ശത്രുഘ്നൻ സിൻഹയുടെ മകളും നടിയുമായ സോനാക്ഷി സിൻഹ മുസ്ലിം മതത്തിൽപ്പെട്ട നടൻ സഹീർ ഇക്ബാലിനെ വിവാഹം കഴിച്ചത് ലവ് ജിഹാദ് ആണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദപ്രതിവാദങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അരങ്ങേറുകയാണ്. അതിനിടെയാണ് വിവാഹത്തിന്റെ അടുത്ത ദിവസം ശത്രുഘ്നൻ സിൻഹ ആശുപത്രിയിലായത്. മകൾ മുസ്ലിമിനെ വിവാഹം കഴിക്കുന്നതിൽ തനിക്ക് എതിർപ്പില്ലെന്നും താൻ മതേതരാണെന്നും എല്ലാം പ്രസ്താവിച്ചെങ്കിലും അദ്ദേഹത്തിന് ഉള്ളിൽ അസ്വാസ്ഥ്യമുണ്ടായിരുന്നു. അതാണ് ശാരീരിക അസ്വാസ്ഥ്യത്തിലേക്ക് നയിച്ചത്. മകൾ മുസ്ലിമിനെ വിവാഹം കഴിക്കുന്നതും മകൾക്ക് സഹീർ ഇക്ബാലിനേക്കാൾ പ്രായക്കൂടുതലുള്ളതും ശത്രുഘ്നൻ സിൻഹയെ അസ്വസ്ഥനാക്കുന്നുണ്ട്. BJP-യിൽ നിന്നും പുറത്തുപോയ ശേഷം കോൺഗ്രസിൽ ചേർന്ന ശത്രുഘ്നൻ സിൻഹ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ രവിശങ്കർ പ്രസാദിനോട് തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. അതുവരെ മോദിയെ ശക്തമായി വിമർശിച്ച ശത്രുഘ്നൻ സിൻഹ തോൽവിയോടെ നിശബ്ദനായിരുന്നു. പിന്നീട് കോൺഗ്രസ് വിട്ട് അദ്ദേഹം തൃണമൂലിൽ ചേർന്നു. 2024 അദ്ദേഹം തൃണമൂൽ ടിക്കറ്റിൽ MP ആയി. മകൾ മുസ്ലിമിനോടൊപ്പം പോയാലും അതിനെ പരസ്യമായി എതിർക്കാൻ തന്റെ രാഷ്ട്രീയം കാരണം ശത്രുഘ്നൻ സിൻഹയ്ക്ക് ആവില്ല. മതേതരനായി നിലകൊള്ളാനേ അദ്ദേഹത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസങ്ങളിലെ എതിർപ്പ് മാറ്റിവെച്ച് അദ്ദേഹം വിവാഹത്തിൽ പങ്കെടുത്തു. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ ലവ് സിൻഹ സോനാക്ഷിയുടെ വിവാഹത്തോടുള്ള എതിർപ്പ് തുടക്കം മുതലേ പരസ്യമാക്കിയിരുന്നു. രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള വിടവ് പ്രശ്നമാണെന്നാണ് ലവ് സിൻഹയുടെ അഭിപ്രായം. പക്ഷേ വിവാഹ ദിനത്തിലും തുടർന്നും സന്തോഷവതിയായിട്ടാണ് സോനാക്ഷി കാണപ്പെട്ടത്. തന്റെ ഏറ്റവും സുന്ദരമായ ദിനങ്ങളാണ് ഇതെന്ന് സോനാക്ഷി പറയുന്നു. ഇതിനിടയിൽ നടി ഗർഭിണിയാണെന്നും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. സോനാക്ഷിയെ മതം മാറ്റുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന ആവേശത്തോടെ സഹീർ ഇക്ബാൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ വാഗ്ദാനം എത്ര നാൾ ഉണ്ടാവും എന്ന് സമൂഹ മാധ്യമങ്ങളിലെ മറുചോദ്യം ചോദിക്കുന്നു. ഇതിനിടെ അമ്മ പൂനം സിൻഹ വിവാഹ ദിവസം വധുവിനെ യാത്രയാക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞതും വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ സോനാക്ഷി തന്നെ അമ്മ പൂനം സിൻഹ പൊട്ടിക്കരഞ്ഞ വിവരം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പൂനം സിൻഹയും ശത്രുഘ്നൻ സിൻഹയും എത്രയോ കാലമായി കടുത്ത ഹിന്ദു മതവിശ്വാസികളാണ്. മാത്രമല്ല അവർ ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമായ പൂജയും ആചാരങ്ങളും എല്ലാം അതുപോലെ പിന്തുടരുന്നവരുമാണ്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.